ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നേ. അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ മുകളിലായിട്ട് നമ്മൾ ഫോണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മലയാളത്തിൽ നമുക്ക് എങ്ങനെ ഫോണ്ട് തയ്യാറാക്കാം എന്ന് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും വ്യക്തമായിട്ട് അവർ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിത് തുടക്കമാണ്, യൂട്യൂബിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും എനിക്കിത് എൻ്റെ ഒരു പേഴ്സണലി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസും കാണാറുണ്ട്. പക്ഷേ ഇതിലൊന്നും കാണാത്ത കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു എന്നല്ല പറയേണ്ടത്, പക്ഷേ ഞാൻ കണ്ടത്, എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ എങ്ങനെയായിരിക്കും. ഇപ്പോഴും ചിലർക്ക് അറിയാൻ വയ്യാതെ ടെക്സ്റ്റിൽ നമ്മൾ ഇൻഷോട്ടിലൊക്കെ എടുത്തിട്ട് ടെക്സ്റ്റിൽ അടിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് നമുക്ക് ആ ഫോണ്ട് തയ്യാറാക്കുന്നതെന്ന്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഒരു കാര്യം, എല്ലാം പറഞ്ഞൊക്കെ തരാം, പക്ഷേ പ്രത്യുപകാരമായിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും ചെയ്യാത്തവരൊക്കെ എനിക്കൊന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്തേക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ, കമൻറ്റും ചെയ്യണം. അപ്പോൾ ശരി, വാ നമുക്ക് അങ്ങോട്ട് പോവാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യണം. അതില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ബ്ലാങ്ക് സർഫസ് ക്യാൻവാസ് എടുക്കുക. അതിൻ്റെ അകത്ത് എനിക്ക് വരുന്നത് വൈറ്റ് ആണ്. ബ്ലാക്ക് ഉള്ളവർക്ക് കുഴപ്പമില്ല. വൈറ്റായിട്ട് കിടക്കുന്നവർക്ക് എങ്ങനെ അത് ബ്ലാക്ക് ആക്കാമെന്നാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. ക്രിയേറ്റ് എടുക്കുക, മണ്ടക്കലത്തെ ആ പേപ്പർ ലെയർ എടുക്കുക. അതിൽ നിന്ന് നമ്മൾ മറ്റേ ബ്ലാങ്ക് സർഫസ് വരും. അതിൽ നിന്ന് നമ്മൾ താഴെ കാണുന്ന അത് കണ്ടോ പെയിൻറ്ററും പിന്നെ അതുപോലെ കളറും ടെക്സ്ചറും വരും. ആ ടെക്സ്ചറിൻ്റെ അവിടെ അമുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് കളർ എടുത്തിട്ട് ബ്ലാക്ക് കളർ അമുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് വരും. അത് കഴിഞ്ഞാൽ താഴെ കാണുന്ന പെയിൻറ്റിങ് ബ്രഷ് എടുക്കുക. എന്നിട്ട് നമുക്ക് കാലിഗ്രഫി എടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ സ്യൂട്ടബിൾ നിങ്ങൾക്കായിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ സൈസ് എൻ്റെ ആവശ്യത്തിന് എടുത്തു. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നത് കളറാണ്. പിന്നെ കളർ സെലക്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കളർ ഇതായതുകൊണ്ട് ഞാൻ നേരത്തെ കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് സെലക്ട് ചെയ്തു. എനിക്ക് ആ കളറാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി എഴുതാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ചരിച്ചാണ് വെച്ച് എഴുതിയത്. ഞാൻ അമ്പലം എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, കൈ കൊണ്ടോ അല്ലെങ്കിൽ പെന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ സേവ് ബട്ടണെ അമക്കുക. അതിൽ PNG JPG എന്നൊക്കെ ഉള്ള കുറേ ഓപ്ഷൻ കാണും. PNG ക്ലിക്ക് ചെയ്യുക, അത് എക്സ്പോർട്ട് കൊടുക്കുക. മറ്റേ മണ്ടക്കലത്തെ അത് ഓഫാക്കി ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ മണ്ടയ്ക്ക് 3 ലെയർ ഡോട്ട് ചെന്നിട്ട് സേവ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് സേവ്ഡ് ആകും. അത് നമ്മുടെ ഗ്യാലറിക്കകത്ത് വന്ന് ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങളെ ഞാൻ 2 രീതികളാണ് കാണിക്കുന്നത്. ഒന്ന്, ഞാൻ കണ്ട വീഡിയോസിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തു. ഞാൻ ഇതിൻ്റെ അകത്താണ് അമ്പലം എന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇത് ഓപ്പണായിട്ട് വരുമ്പോൾ അമ്പലം എന്ന് കാണിക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് അവിടെ അമ്പലം എന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഗാലറി പോയി അമ്പലം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് എടുക്കാൻ പോവാണേ. ആദ്യം ഫോട്ടോ ഓപ്പൺ ആക്കി ഞാൻ അമ്പലം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അമ്പലം എന്നുള്ളത് നമ്മളവിടെ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മളത് ഓപ്പൺ ആക്കി നോക്കും. ഫസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ, അമ്പലം. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് വേറൊരു വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടത് നമ്മൾ തുടങ്ങുമ്പോൾ അല്ലേ, അതിന് നിങ്ങൾ ആ ഓപ്ഷനിൽ തന്നെ PIP എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കണ്ടില്ലേ? അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് ഗാലറി പോയി ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അകലം വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്തിട്ട് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ
എന്താണ് വീഡിയോ ഓപ്പൺ ആക്കി നോക്കുക. വീഡിയോ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നോർമലി നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ വരും. നിങ്ങളെ ഞാൻ രണ്ടായിട്ട് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്. അതായത് PIP എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാതെയും PIP എടുക്കാതെ ഉള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. PIP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കിതാ ഇതുപോലെ വരത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം, ഞാൻ വലിയ വീഡിയോ എഡിറ്ററോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇവരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ വീഡിയോസ് കുറേയൊക്കെ അവരുടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകാത്ത, ഞാൻ കുറേ പ്രാവശ്യം കുറേ വീഡിയോസ് കണ്ടു, പക്ഷേ കറക്റ്റായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്. 2-3 വട്ടം ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഫസ്റ്റ് ഫേസ് ആയിട്ടാണ് വന്നത്. പക്ഷേ അത് അങ്ങനെ അല്ലല്ലോ നമുക്ക് വരേണ്ടത്, എഴുത്ത് മുകളിലല്ലേ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ടത് ഇരുന്ന് നോക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം എനിക്കത് അറിയാൻ വയ്യാത്ത ആൾക്കാരിലോട്ട് എനിക്കറിയാവുന്ന കാര്യം ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാൻ വയ്യാത്തവർ ഇത് ഇങ്ങനെ ചെയ്യുക. ഞാനും ഈ പറയുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം ഞാൻ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു യൂട്യൂബ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ കുറച്ചുകൂടെ കാര്യം അറിയാം എന്നുണ്ടെങ്കിൽ അതാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നി സ്വയം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എടുത്തത് തന്നെ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുന്ന ടിപ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എല്ലാവർക്കും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള വീഡിയോസിൽ കാണാം. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് വിത്ത് മ്യൂസിക്കാണ്. കൂടുതലും എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ കൂടുതൽ അതാണ് ചെയ്യുന്നത്. എനിക്കതേ അറിയൂ, അല്ലാതെ ക്രാഫ്റ്റ് ചെയ്യാനോ അല്ല അങ്ങനെ മറ്റ് വീഡിയോസ് ചെയ്യാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എഡിറ്റിംഗ് ഒക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, വീട്ടിലെ സംബന്ധിച്ചെടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുന്ന കാര്യങ്ങൾ, ഇവിടെ പോകുന്ന കാര്യം, അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴൊക്കെ ഞാൻ എൻ്റെ മ്യൂസിക് വിത്ത് ഫാഷൻ പരേഡാണ് ഞാൻ കൂടുതലും കാണിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.